നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ലോകരാജ്യങ്ങളും അസൂയയോടെ നോക്കിക്കാണുന്ന ബന്ധമാണിത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സിന്ദൂര പ്രതികാരത്തിലും റഷ്യയുടെ ഒരു പങ്ക് ആയുധബലത്തിലുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഇറാനും റഷ്യയെ ആയുധങ്ങൾ വാങ്ങാൻ സമീപിച്ചിരുന്നു. എന്നാൽ റഷ്യ മൈൻഡ് പോലും ആക്കിയില്ല. അവസാനം പാകിസ്ഥാനെ പോലെ തന്നെ ഇറാനും ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളിലാണ് ആശ്രയം കൊണ്ടത്. ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ ചൈനയ്ക്കും പാകിസ്ഥാനും നെഞ്ചിടിപ്പേറ്റി ഇന്ത്യക്കായി നവീകരിച്ച അകുല ക്ലാസ് ആണവ അന്തർവാഹിനി വരികയാണ്. റഷ്യ തന്നെയാണ് ഈ ആണവ അന്തർവാഹിനി ഇന്ത്യക്ക് നൽകുന്നത്. ഈ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കുന്നതാണ്. 2025 ഇന്ത്യക്ക് ഈ അന്തർവാഹിനി കൈമാറേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ വിതരണം 2028 വരെ നീട്ടിവെച്ചിരിക്കുന്നു. ഏകദേശം $3 മില്യൺ 2019 ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനായി കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നതിന് ശേഷം ഈ റഷ്യൻ അന്തർവാഹിനി INS ചക്ര 3 എന്ന് പുനർനാമകരണം ചെയ്യപ്പെടും. ഡെലിവറി കാലതാമസം നികത്താൻ പാട്ടത്തിനെടുത്ത നവീകരിച്ച അന്തർവാഹിനിയിൽ 3 ക്രൂയിസ് മിസൈലുകൾ സജ്ജമാക്കാൻ റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നവീകരിച്ച ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികളിൽ ഒന്നാണ് അകുല ക്ലാസ് അന്തർവാഹിനി. ടോർപിഡോകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയുള്ളവ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ അന്തർവാഹിനികൾ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ യുദ്ധം, ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് ഇത് ഒരു പ്രധാന ചുവടുവെപ്പാണ്. ഈ റഷ്യൻ അന്തർവാഹിനിയിൽ സ്ഥാപിക്കുന്ന 3M14K കാലിബർ മിസൈലിന് 1500 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകും. ആഴക്കടലിലെ ശത്രു ലക്ഷ്യങ്ങളിൽ പോലും എത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ ദീർഘദൂര കലിബർ മിസൈലുകൾ വർദ്ധിപ്പിക്കും. അതേസമയം പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച S-400 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളുടെ ശേഷിക്കുന്ന 2 സ്ക്വാഡുകൾ 2026 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് കൈമാറുമെന്ന് റഷ്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയിലെ ക്വിങ്ഡോയിൽ നടന്ന SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം വൈകിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 4ാമത്തെയും 5ാമത്തെയും സ്ക്വാഡ്രോണുകളുടെ കൈമാറ്റം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു. 2018 റഷ്യയുമായി ഒപ്പുവെച്ച $5.43 മില്യൺ കരാർ പ്രകാരം 2023 അവസാനത്തോടെ ഇന്ത്യക്ക് 5 സ്ക്വാഡ്രോണുകളും ലഭിക്കുമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. പുതിയ തീരുമാനപ്രകാരം 4ാമത്തെ സ്ക്വാഡ്രോൺ അടുത്ത വർഷവും 5ാമത്തേത് 2027 ഇന്ത്യയിലെത്തും. ചൈനയും പാകിസ്ഥാനെയും നേരിടുന്നതിനായി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ ആദ്യത്തെ 3 S-400 സ്ക്വാഡ്രോണുകളെ ഇന്ത്യൻ വ്യോമസേന വിന്യസിച്ചിട്ടുണ്ട്. 380 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രു ബോംബറുകൾ, ജെറ്റുകൾ, സ്പൈ വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. അതേസമയം DRDO പ്രോജക്ട് കുഷയ്ക്ക് കീഴിൽ 350 കിലോമീറ്റർ ഇന്റർസ്പെക്ഷൽ പരിധിയുള്ള ഒരു തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനവും വികസിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.